നിങ്ങളിൽ എത്ര ചാനൽ അത് എടുത്തിട്ടു? എന്റെ തല തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ എന്റെ മോർഫ് ചെയ്തിട്ടുള്ള, ഞാൻ ഓൾറെഡി എന്റെ മോർഫ് ചെയ്ത ഫോട്ടോസ്, ആ സൈറ്റിലുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീച്ചിന് വേണ്ടി അത് വെച്ചിട്ടെങ്കിലും എത്ര ന്യൂസ് ചാനൽ അത് ഇട്ടു? ഹെൽനോസ് പാട്ടെ അടക്കം 16ഓളം പെൺകുട്ടികളടക്കം ഇങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമാവുന്നില്ല എന്ന് നീയൊക്കെ ചോദിച്ചോ? അതെങ്ങനെയാണല്ലോ, അതിനൊരു കണ്ടന്റ് വാല്യൂ ഇല്ലല്ലോ അല്ലേ? വ്ളോഗർ ആയിട്ടുള്ള ഹെൽനോസ് പാട്ട മദ്യപിച്ച് മദ്യലഹരിയിൽ ലക്ക് കെട്ട് പിന്നെന്നൊക്കെ പറഞ്ഞാലല്ലേ 4 ആള് കാണുള്ളൂ. നല്ലതാണ്. അപ്പം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറ്റിയിട്ടുണ്ട്. ഐ എം വെരി 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 സോറി. ഈ പറയുന്ന പോലെ ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിന്റെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനമോടിച്ചതിന് പോലീസ് പിഴ ഈടാക്കിയതിന് പിന്നാലെ വിശദീകരണവുമായി ഹെലൻ ഓഫ് സ്പാട്ട എന്നറിയപ്പെടുന്ന യൂട്യൂബർ SR ധന്യ രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ വാഹനം കസ്റ്റഡിയിലല്ല ഉള്ളതെന്നും താൻ ഒളിവിലല്ലെന്നും വീഡിയോയിൽ ഹെലൻ ഓഫ് സ്പാട്ട വിശദീകരിക്കുന്നു. താൻ ബിയർ കുടിച്ച സമയത്താണ് വണ്ടി ഓടിച്ചത്. അത് തന്റെ ഭാഗത്തു നിന്ന് വന്ന വലിയ തെറ്റാണ്. ആ സമയത്ത് വണ്ടിയെടുക്കാൻ പാടില്ലായിരുന്നു. വണ്ടി നിർത്തിയാൽ അറിയാവുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ച് അതൊരു പ്രശ്നമാകേണ്ട എന്ന് കരുതിയാണ് വണ്ടി നിർത്താതെ പോയതെന്നും ഹെലൻ ഓഫ് സ്പാട്ട സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വിശദീകരിക്കുന്നു. 2 ദിവസം മുമ്പ് നടന്ന സംഭവമാണെന്നും ഇപ്പോഴാണ് അത് വാർത്തയാകുന്നതെന്നും ധന്യ പറയുന്നു. പോലീസ് കൈകാണിച്ചിട്ടും നിർത്താതെ പോയ കാറിനെ പിന്തുടർന്നാണ് പിടികൂടിയത്. തന്റെ വീട്ടിന്റെ മുന്നിലാണ് വണ്ടി നിർത്തിയിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ടാണ് മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിച്ചത് എന്ന് ചോദിച്ചത്. അതെ എന്ന് താൻ മറുപടിയും പറഞ്ഞു. കോടതിയിൽ പെറ്റിയടച്ചാൽ മതിയെന്ന് പോലീസ് പറഞ്ഞെന്നും ധന്യ വിശദീകരിച്ചു. മദ്യപിച്ചിട്ട് സ്റ്റിയറിംഗ് തൊടാനേ പാടില്ലെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. പെറ്റിയടച്ചാൽ മതിയെന്ന് പറഞ്ഞ് പോലീസുകാർ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. തന്റെ വാഹനത്തിൽ നിന്ന് മറ്റൊരു ലഹരിയും പിടികൂടിയിട്ടില്ലെന്നും ഹെലൻ ഓഫ് സ്പാട്ട വിശദീകരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.